പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങനെ അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങ് ലോകത്തെ രക്ഷിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. പുത്രനായ ഈശോയുടെ തിരുപ്പിറവയ്ക്ക് ഏറ്റവും അടുത്തൊരുങ്ങുന്ന ദിനങ്ങളിൽ കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ സ്നേഹം അനുഭവിക്കട്ടെ. കർത്താവെ, ഇരുളടഞ്ഞു പോയി ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഞങ്ങളുടെ മനസ്സ്, ആത്മാവെല്ലാം പ്രകാശപൂരിതമാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ, അങ്ങയോടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായിട്ട് മാറട്ടെ. കർത്താവെ, അതിനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇതാ തുറന്നു വയ്ക്കുന്നു. കുറവുകളെ പരിഹരിച്ച് ഈശോയുടെ വരവിന് വേണ്ടി ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഡിസംബർ മാസത്തിൻ്റെ 22-ാം തീയതിയാണ് ഇന്ന്. ക്രിസ്മസിന് നമ്മൾ ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. ഈ ദിവസം നമ്മൾക്ക് ധ്യാന വിഷയമായിട്ട് പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാം തിരുവചനമാണ് നമ്മൾ കാണുന്നത്. കർത്താവിനെ വഴിയൊരുക്കാനായിട്ട് വന്ന സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, അതാണ് സ്നാപയോഹന്നാൻ. ആ സ്നാപയോഹന്നാന്റെ വാക്കുകളാണ് കർത്താവിൻ്റെ വഴികളെ നേരെയാക്കുവിൻ, കർത്താവിൻ്റെ വഴികളെ നേരെയാക്കുവിൻ. ഇപ്രകാരമാണ് യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് യോഹന്നാൻ. അപ്പോൾ ഈ യോഹന്നാന്റെ ഈ വാക്കുകൾ, കർത്താവിനെ വഴിയൊരുക്കാനായി വന്ന സ്നാപയോഹന്നാൻ നമ്മോട് എന്താണ് പറയുന്നത്? നമുക്കറിയാം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം എന്നാണ് യോഹന്നാനെ നമുക്ക് പരിചയപ്പെടുത്തി തരിക. എന്താണ് മരുഭൂമിയുടെ പ്രത്യേകത? നമ്മൾ ഓർക്കുക, മരുഭൂമി എന്ന് പറയുന്നത് ശൂന്യതയുടെ സ്ഥലമാണ്, നിശബ്ദതയുടെ സ്ഥലമാണ്, അതുപോലെ ആശ്രയിക്കാൻ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ. ഇതാണ് മരുഭൂമി. അപ്പൊ ഇതാണ് സ്നാപയോഹന്നാൻ മരുഭൂമിയിലെ ശബ്ദം എന്ന് പറയുന്നത്. അവിടെ ദൈവത്തിന്റെ ശബ്ദം പലപ്പോഴും നമ്മുടെ ശബ്ദം നിശബ്ദമായി തീരുന്നിടത്ത്, നമ്മുടെ ശബ്ദം അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കപ്പെടുകയാണ്. നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് പറയാറില്ലേ, ശാന്തരാത്രി തിരുരാത്രി. ഈ ക്രിസ്മസ് യഥാർത്ഥത്തില് വലിയ കൂടുതൽ സംസാരത്തിന് സമയമല്ല, അതേ കൂടുതൽ പോസ്റ്റുകളുടെ സമയമല്ല, അത് കൂടുതൽ നിശബ്ദതയാണ്, ശാന്തതയിലാണ് ദൈവപുത്രൻ ലോകത്തേക്ക് കടന്നു. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടല്ലോ, എലിയാ പ്രവാചകൻ ദൈവത്തെ ദർശിക്കുന്നത് കൊടുങ്കാറ്റിലോ അല്ലെങ്കിൽ അഗ്നിയിലോ അതുപോലെ ഇടിമുഴക്കത്തിലോ ഒന്നുമല്ല, ഭൂകമ്പത്തിലോ ഒന്നുമല്ല കണ്ടത് ശാന്തതയിലാണ്, നിശബ്ദതയിലാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, സ്നാപയോഹന്നാൻ ഈ കർത്താവിന് വഴികളെ നേരെയാക്കുവിൻ എന്ന് നമ്മളോട് പറയുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഴയ നിയമത്തില് 40-ാം അധ്യായം 4-ാം തിരുവചനം നമ്മൾ ഇത് തന്നെ വായിക്കുന്നു. ആ വചനത്തിന്റെ പൂർത്തീകരണമാണ് കുന്നുകൾ താഴ്ത്തപ്പെടും എന്നത്. എന്താണ് യഥാർത്ഥത്തിൽ കുന്നുകൾ? ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ കുന്നുകളെ നിങ്ങൾ നിരത്തണം, കുഴികളെ നിങ്ങൾ നികത്തണം. നമ്മുടെ ജീവിതത്തിൽ കുന്നുകൾ എന്തൊക്കെയാ? അഹങ്കാരം നമ്മളെ ഭരിക്കുന്നുണ്ടോ? പലപ്പോഴും പോരിമ, ഞാൻ പറയുന്നതാണ് ശരി എന്ന മനോഭാവം, ക്ഷമിക്കാത്ത നമ്മുടെ മനസ്സുകൾ. പ്രിയമുള്ളവരെ, ഈ അഹങ്കാരമുള്ള ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് കടന്നു വരാൻ പറ്റും. ഈശോയുടെ വഴി നേരെയാക്കുക. ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനെങ്കിൽ എൻ്റെ വീടിൻ്റെ വഴി നമ്മൾ വൃത്തിയാക്കി കർത്താവിന് കടന്നു വരത്തക്ക രീതിയിൽ ഒരുക്കണം. പ്രിയമുള്ളവരെ, ഇതാണ് ഈ ക്രിസ്മസ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. വഴികൾ, കുന്നുകളെ നമ്മൾ നിരത്തുക, കുഴികളെ നമ്മൾ നികത്തുക, താഴ്വരകൾ നികത്തപ്പെടും. എന്താണ്? അപ്പൊ നമ്മൾ ക്രിസ്മസ് ഒരുങ്ങുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് വിനയമുള്ളവരാകണം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പൺനെസ്, തുറവി നമുക്കുണ്ടാകണം, ക്ഷമ ചോദിക്കാനുള്ള ധൈര്യം നമുക്ക്, ഒരു നട്ടല് നമുക്ക് വേണം. അത് നമുക്ക് ആ നട്ടലുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഈ ക്രിസ്മസ് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇനി താഴ്വരകൾ എന്താണ് നികത്തപ്പെടുന്നത്? നമ്മളിലെ ആത്മവിശ്വാസമില്ലായ്മ, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന തോന്നല്, അതുപോലെ തന്നെ എന്നിലെ പാപഭാരം, അതും ചുമന്ന് നമ്മൾ പഴയ പാപങ്ങളുടെ ആ ഭാണ്ഡവും ഏറിക്കൊണ്ട് നമ്മൾ നടക്കുകയാണ്. ഈശോ വരുമ്പോൾ ഈശോ പൂർണ്ണരായവരുടെ ഹൃദയത്തിലേക്കല്ല കർത്താവ് കടന്നു വന്നത്, ശൂന്യമായ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നു. എന്റെ കർത്താവ് ഈ ക്രിസ്മസ് നമ്മോട് പറയുകയാണ്, നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല, നീ മറക്കപ്പെട്ടവനുമല്ല, പിന്നെയോ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ഈ ക്രിസ്മസിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം, വഴികളെ നേരെയാക്കാം, വ്യക്തിബന്ധങ്ങൾ, തെറ്റായ ബന്ധങ്ങളെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. യേശുവിലേക്കും ദൈവത്തിലേക്കും നമുക്ക് നയിക്കുന്ന ബന്ധങ്ങളാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ട. അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടും. ജീവിതത്തിന്റെ അവസാന വിനാഴികളിൽ ഈ ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഒത്തിരി മനുഷ്യരുടെ ജീവിതങ്ങളിൽ അത് മറ്റുള്ളവരുടെ ജീവിതം കൂടുതൽ അസ്വസ്ഥത ഉള്ളതാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ദൈവവുമായിട്ട് ബി കണക്റ്റഡ് വിത്ത് ലോർഡ് ഓൾവേസ് അറ്റ് നമ്മൾ പറയില്ലേ, ഫോണൊക്കെ ഉണ്ട്, റേഞ്ചിലായിരിക്കണം എന്ന് പറയില്ലേ. റേഞ്ച് അല്ലെങ്കിൽ അതുകൊണ്ട് ഉപയോഗമില്ല. നമുക്ക് ദൈവത്തെ വിളിക്കുമ്പോൾ കേൾക്കണം,
ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ തക്ക രീതിയിൽ ആ ദൈവവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാകണം. പാപം ഉപേക്ഷിച്ച് നമ്മൾ തെറ്റായ ദിശയിലേക്ക് മാറുക, ജീവിതം ദൈവത്തിലേക്ക് കൊണ്ടുവരിക. അതായത് മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഒരു യു ടേൺ എടുക്കുക. തെറ്റിപ്പോയ വഴിയാണെങ്കിൽ നമ്മൾ യു ടേൺ എടുത്ത് തിരിച്ചു വരണം. ഇതാണ് നമ്മുടെ ദിവനയുടെ ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു വികാരമല്ല, ഒരു ആഘോഷമൊക്കെ നമ്മളിങ്ങനെ ഒരു ആഘോഷപ്പെടുന്ന വികാരമാണ്. ഇതൊരു തീരുമാനമാണ്. എന്തിന്? നമ്മളിലെ കുന്നുകളെ നിരത്താനും കുഴികളെ നികത്താനും ഈശോയ്ക്ക് വേണ്ടി ആ വിശാലമായ വീതി ഒരുക്കാനും. അപ്പോൾ ആ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ആ സ്നാപക യോഹന്നാന്റെ സ്വരം നമുക്ക് ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാൻ. പ്രിയമുള്ളവരെ, ക്രിസ്മസ് ഏറ്റവും അടുത്ത് വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ ക്രിസ്മസ് നമ്മൾ നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് വചനം വായിച്ച് ഉണ്ണീശോയെ കാണാനുള്ള വലിയ ആഗ്രഹത്തോടെ നമുക്കായിരിക്കാം. നമ്മളുടെ ഹൃദയങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം, എല്ലാവരുമായിട്ട് രമ്യതപ്പെടാം. പുൽക്കൂട് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തീർക്കാം, സുഹൃതങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും. ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ പുൽക്കൂടിനോട് അടുക്കുന്ന ഈ തീർത്ഥാടനം ഉണ്ണീശോയെ കണ്ട് സന്തോഷിക്കാൻ നമുക്ക് ഇടവരട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, തിരുപ്പിറവിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഇതാ ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെയും, അതുപോലെ ഏശയ്യാ പ്രവാചന പുസ്തകം 40-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെയും കർത്താവിൻ്റെ വഴികളെ നേരെയാക്കുവാൻ, കുന്നുകളെ നിരത്താൻ, കുഴികളെ നികത്താൻ, അങ്ങനെ അഹങ്കാരമൊക്കെ ഞങ്ങൾ മാറ്റി ഞങ്ങളുടെ പാപഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് എല്ലാവരുമായിട്ട് രമ്യതപ്പെട്ട് കർത്താവേ, ഈ തിരുപ്പിറവി ഞങ്ങളുടെ ഒരു വലിയൊരു അനുഭവമായിട്ട് മാറുവാൻ, ഒരു ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു ദൈവാനുഭവത്തിൻ്റെ, ജീവന്റെ, രക്ഷയുടെ ഒരു അനുഭവമാക്കി കർത്താവെ അങ്ങ് മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളിതാ തുറന്നു വയ്ക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.